A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചു. 2,32,384 വോട്ടർമാർ 263 ബൂത്തുകളിലായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുക. പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ വോട്ടർമാർ എത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. ഇടയ്ക്ക് മഴ പെയ്യുന്നത് വോട്ടർമാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പിതാവ് മുരളീധരനൊപ്പം മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 202 നമ്പർ ബൂത്തിലെത്തി രാവിലെ 7:26 തന്നെ വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് സന്ദർശനത്തിനായി പുറപ്പെട്ടു. M. സ്വരാജിന് നിയമസഭയിലേക്ക് 3ാം മത്സരമാണെങ്കിലും സ്വന്തം വോട്ട് തനിക്ക് തന്നെ ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചത്. ഒരിക്കലും ആശങ്ക ഉണ്ടായിട്ടില്ലെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ഈ നാട് പകർന്നു നൽകുന്നത് വലിയ ആവേശമാണെന്നും സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. വോട്ട് ചെയ്യുമ്പോഴാണ് 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. ശേഷം പറയാനുള്ളത് അല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ വലിയൊരു പ്രതീക്ഷയിലാണോ? ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല. പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മാതാവ് മറിയുമ്മ, ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കൊപ്പം നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 8:30 വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. രാവിലെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെത്തി ബൂത്ത് സന്ദർശനത്തിന് ശേഷമാണ് ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്ന് വിവാദങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഈ ഓഗസ്റ്റ് 8 വന്നാൽ കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് 6 വർഷം തിരിഞ്ഞു. ഓഗസ്റ്റ് 8 ഇപ്പോഴും 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ പറ്റും. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. മാത്രമാക്കി വിദ്യാഭ്യാസം അങ്ങോട്ട് കാരണം ഞാൻ ആക്കി തരാം. ഇതൊന്നും പ്രശ്നങ്ങളാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാകുന്നത് 9 വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ, ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ. എവിടെ ആ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ. മാത്രമല്ല, നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ? ഒരു വലിയ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോലെ ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നു. അതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി നിലമ്പൂർ ആയിഷ നിലമ്പൂർ മുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിലെ 193 നമ്പർ ബൂത്തിലെത്തി 7:15 വോട്ട് രേഖപ്പെടുത്തി. PV അബ്ദുൽ വഹാബ് MP നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെത്തി 151 ബൂത്തിലെത്തി
കുടുംബാംഗങ്ങൾക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തി. DCC പ്രസിഡന്റ് VS ജോയ് വെള്ളിമുറ്റം അംഗനവാടിയിലെ 126 നമ്പർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 10 മണിയോടെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. PV അൻവർ നിലമ്പൂരിലെ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. ജനം ജയിക്കും എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. വഴിക്കടവിൽ 2, 22, 35 ബൂത്തുകളിലും അമരമ്പലത്ത് 246 ബൂത്തിലും യന്ത്ര തകരാറുണ്ടായി. വഴിക്കടവ് 35 നമ്പർ പോളിംഗ് ബൂത്തിലെ യന്ത്രമാണ് ആദ്യം പണിമുടക്കിയത്. ഇത് പരിഹരിച്ച ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത്. കനത്ത സുരക്ഷയിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.